സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നന്മയും കാരുണ്യവും രാഷ്ട്രീയമൊക്കെയും എന്നെ പിന്തുടരും. സങ്കീർത്തനം 23:6 വാക്യം. ദാവീദ് പറയുന്നു, ദൈവത്തിൻ്റെ നന്മയും കാരുണ്യവും തന്നെ പിന്തുടരും എന്നാണ്. രണ്ട് ഗുണങ്ങളും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു. സംസൃഷ്ടിയോടെ അല്ല, യഥാർത്ഥ സ്നേഹത്തോടെ തന്നെ പിന്തുടരുകയും ചെയ്യുന്നു. സുവിശേഷകനായ ചാൾസ് സ്പർജൻ വിശേഷിപ്പിച്ച ഈ ഇരട്ടക്കാവൽ മലാഖമാർ വിശ്വാസികളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞതും പ്രകാശകമായ എല്ലാ ദിനങ്ങളും ചേർന്ന് സഞ്ചരിക്കുന്നു. ശരത്കാലത്തിൻ്റെ ഭയാനകരമായ ദിനങ്ങളും വസന്തകാലത്തിൻ്റെ ശോഭന നാളുകളിലും നമ്മെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുകയും കരുണ നമ്മുടെ പാവങ്ങളെ തുറച്ചു നീക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഒരു ആട്ടിടയൻ ആയിരുന്നതിനാൽ ബോധപൂർവമാണ് ദാവീദ് ദൈവത്തിൻ്റെ നന്മയും കരുണയും ഒരുമിച്ച് ചേർത്ത് കണ്ടത്. ഭയം, ആകുലത, പ്രലോഭനം, സംശയം എന്നിവയെല്ലാം വിശ്വാസത്തിൽ പിന്തുണ ഇടയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദയാപൂർവ്വം നന്മയും സ്നേഹത്തോടുള്ള കരുണയും നിശ്ചയമായും നമ്മെ എല്ലായ്പ്പോഴും പിന്തുടരുമെന്ന് ദാവീദ് ഉറപ്പിച്ചു പറയുന്നു. ദാവീദ് ആനന്ദത്തോടെ പാടുന്നു, നന്മയും കാരുണ്യവും എൻ്റെ അഷ്കണമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ അടുത്ത കാലം വസിക്കും. നമ്മെ വീരത്വോളം അനുഗമിക്കുന്ന അത്ഭുതകരമായ സമ്മാനം. ദൈവിക നന്മയും കാരുണ്യവും അനുദിനം നിങ്ങൾ പിന്തുടരുന്നു എന്നത് ജീവിതത്തെ എങ്ങനെ അനുഗ്രഹമാക്കുന്നു? നിങ്ങളെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ നന്മയും കരുണയെക്കുറിച്ച് എങ്ങനെ കൂടുതൽ അവബോധം പ്രാപിക്കാം? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നല്ല താല്പര്യത്തോടെ അങ്ങയുടെ നന്മയും കാരുണ്യവും എന്ന മനോഹരമായ രണ്ട് അനുഗ്രഹങ്ങളെ എന്നെ പിന്തുടരുന്ന നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയൊരു ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.